വരുന്ന തലമുറയോട് സംവദിക്കാനുള്ള ഉപാധിയാണ് സാഹിത്യമെന്ന് എഴുത്തുകാരൻ ആനന്ദ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന വെങ്ങണിശ്ശേരിയിലെ അഡാപ്റ്റ് സൊസൈറ്റിയിൽ എഴുത്തകം കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയന്റിസ്റ്റ് പറയുന്നത് മനുഷ്യന് എത്രയാണ് 1.5 കിലോ ബ്രെയിൻ പ്രകൃതി കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റ് ജീവികളുടെ തുടർച്ചയായ ജീവിതത്തിന് ആവശ്യമുള്ളതിനേക്കാൾ വളരെയധികം കൂടുതൽ. ആ സ്റ്റേജിൽ പ്രകൃതി ഒരു പക്ഷേ പറഞ്ഞു കാരണം ഇനി ഉള്ള യാത്ര ഈ ജീവി ഏറ്റെടുക്കട്ടെ എന്ന നിലയിൽ ആ ജീവി ഏറ്റെടുത്തു. ആ പരിണാമം എന്ന പ്രാകൃതികമായ പരിണാമത്തിൻ്റെ വീട്ടുകളായി സാമൂഹ്യമായ പരിണാമം മനുഷ്യൻ ആ യാത്ര തുടങ്ങി വെച്ചു. അതിന് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കായാണ് എഴുത്തകം കൂട്ടായ്മ ഒരുക്കിയത്. കേരള ബാറ്റ്മാൻ എന്നറിയപ്പെടുന്ന കൈലാത്ത് മാധവൻ മുഖ്യാതിഥിയായി. അഡാപ്റ്റ് പ്രസിഡന്റ് എ വി സണ്ണി, എഴുത്തകം കോർഡിനേറ്റർ ബിന്ദു കിഷോർ, എം വക്കച്ചൻ എന്നിവർ സംസാരിച്ചു. ആനന്ദിന്റെ നോവലുകളിലെ ഗൗതമൻ, സുലൈമാൻ, വിഷ്ണു, അംബപാലി എന്നീ കഥാപാത്രങ്ങളെ വേഷപ്പകർച്ചയാക്കിയ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അവതരണം എഴുത്തകം കൂട്ടായ്മയെ ആകർഷകമാക്കി.